ഇനി പെട്രോൾ പമ്പുകളുടെ കാലം കഴിഞ്ഞു. EV ചാർജിംഗ് സ്റ്റേഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ 3 തലമുറയ്ക്കും കോടീശ്വരന്മാരാകാം. ദിസ് ഇസ് ഡേ 1 ഓഫ് ക്രേസി ബിസിനസ് ഐഡിയ ദാറ്റ് ഹെൽപ്സ് യു മേക്ക് മണി. ഗവൺമെന്റ് ഈ ഒരു ബിസിനസ്സിന് 20% സബ്സിഡി നൽകുന്നുണ്ട്. ഒരു ചെറിയ ചാർജിംഗ് സ്റ്റേഷൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് മാസം 3 ലക്ഷം രൂപ വരെ സമ്പാദിക്കാം. എന്തുകൊണ്ട് നിങ്ങൾ ഈ ബിസിനസ് ചെയ്യണം? 2023 മുതൽ ഇന്ത്യയിൽ 15 ലക്ഷത്തിലധികം EV രജിസ്ട്രേഷൻ ആണ് നടന്നിരിക്കുന്നത്. ഗവൺമെന്റിന്റെ നിയമപ്രകാരം അത് 2030 ആവുമ്പോഴത്തേക്ക് 30% വെഹിക്കിൾസും EV ആവണം എന്നാണ് ആഗ്രഹം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇവരുടെ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ചുള്ള EV ചാർജിംഗ് സ്റ്റേഷനുകൾ ഇപ്പോൾ അവൈലബിൾ അല്ല. 2 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഒരു EV ചാർജിംഗ് സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ മെഷീൻസും വയറിംഗ് എല്ലാ സെറ്റപ്പും കാണും. പിന്നെ ഒരു 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഫാസ്റ്റ് ചാർജിംഗ് സെന്ററും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. പെട്രോൾ പമ്പിനെ അപേക്ഷിച്ച് ഈ ഒരു ബിസിനസിന്റെ ഗുണം ഇത് കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആണ്. ഇതിന്റെ ഡിജിറ്റൽ പേയ്മെന്റ് ആണെങ്കിലും മോണിറ്ററിംഗും എല്ലാം ഓട്ടോമേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാൻ പവറോ അല്ലെങ്കിൽ മെയിന്റനൻസ് ചാർജോ ഒട്ടും വരുന്നില്ല. ഞാനപ്പം ഈ ഒരു ബിസിനസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച ഒരു PDF തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, ഇതിന് വരുന്ന കോസ്റ്റുകൾ എങ്ങനെ, ഏതൊക്കെ ഏരിയയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു PDF കിട്ടാനായിട്ട് EV എന്ന് കമന്റ് ചെയ്താൽ മതി. ഞാൻ നിങ്ങളുടെ ഇൻബോക്സിൽ അയച്ചു തരുന്നതായിരിക്കും. ഇതുപോലുള്ള കൂടുതൽ ബിസിനസ് ഐഡിയാസ് അറിയാനായിട്ട് മാർക്കറ്റിംഗ് മനുവിനെ ഫോളോ ചെയ്യാനും മറക്കരുത്.